Hello, dear friends. How are you? Today we have our SS class. Last class we discussed about the European powers who reached in India. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത് പോർച്ചുഗീസുകാരെക്കുറിച്ചും ഡച്ചുകാരെക്കുറിച്ചുമായിരുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മറ്റു രണ്ട് വൈദേശിക ശക്തികൾ കൂടിയായിട്ടുള്ള ഇംഗ്ലീഷുകാർ അഥവാ നമ്മൾ വിളിക്കുന്ന ബ്രിട്ടീഷുകാർ. അവർ എങ്ങനെയാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത് കണ്ടുവന്നിട്ടുള്ള മറ്റ് യൂറോപ്യൻ ശക്തികളായ ഫ്രഞ്ചുകാർ ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് കൊണ്ടുപോയതെന്നും ഒക്കെ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാം. 1600 AD ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇൻ AD 1600 the English formed their East India Company. Its aim was to make trade with Asian countries, especially our India. Their first trade center was Surat. At present it is in our Gujarat. Nowadays it is in Gujarat. And another trade centers, Mumbai, Kolkata, Chennai. ഇന്നത്തെ മുംബൈയും കൊൽക്കത്തയിലും ചെന്നൈയിലും ഒക്കെ ബ്രിട്ടീഷുകാർ അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും യാത്രാ സൗകര്യങ്ങൾ, കടൽ മാർഗമുള്ള യാത്രാ സൗകര്യമുള്ള സ്ഥലത്തായിരുന്നു അവർ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസ്, ഫ്രഞ്ച് കച്ചവട ബന്ധങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫ്രഞ്ചുകാർ കച്ചവടത്തിന് വേണ്ടി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 1664 in 1664 they established French East India Company. നോക്കാം, പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, they were the main trade centers of the French. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു പോണ്ടിച്ചേരിയും മാഹിയും കാരക്കലും. ഓക്കെ, ലിസൺ ഹിയർ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഭൂപടത്തിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭൂപടമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, അതുപോലെ ഏതൊക്കെ യൂറോപ്യൻ ശക്തികളുടെ കേന്ദ്രങ്ങളാണ് എന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ഭൂപടം നോക്കി വ്യത്യസ്ത യൂറോപ്യൻ കച്ചവട കേന്ദ്രങ്ങൾ പട്ടികപ്പെടുത്തുക. പ്രിപ്പയർ എ ടേബിൾ ബേസ്ഡ് ഓൺ ദ മാപ്പ് about the European trade centers. ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതിന് വേണ്ട ഫോർമാറ്റ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കാം, ദ കോമ്പറ്റീഷൻ ഫോർ ദ മൊണോപ്പൊളി ഓഫ് ട്രേഡ്. കച്ചവടത്തിൻ്റെ കുത്തകക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ. ഇതിനുവേണ്ടി ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. ദ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് കോൺഫ്ലിക്റ്റഡ് ഫോർ ദ ട്രേഡ് മൊണോപ്പൊളി. കച്ചവടത്തിൻ്റെ അധികാരം ലഭിക്കാൻ വേണ്ടി യൂറോപ്യൻ ശക്തികളായ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട യുദ്ധമാണ് കർണാട്ടിക് വാർസ്, കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങളുടെ ഫലം എന്തായിരുന്നു എന്ന് നോക്കാം. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ദ ഫ്രഞ്ച് വെയർ ഡിഫീറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഓർ ഇംഗ്ലീഷ്. അതോടുകൂടി ഇന്ത്യയിലെ കച്ചവടത്തിൻ്റെ പൂർണ്ണമായ അധികാരം ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. അതായിരുന്നു യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. ബ്രിട്ടീഷുകാർക്ക് പരമാധികാരം കിട്ടി ഇന്ത്യയിലെ കച്ചവടത്തിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, വൈ ദിസ് വാസ് ആർ നോൺ ആസ് കർണാട്ടിക് വാസ്. ഈ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്? നോക്കൂ, ദ വാർ ഹാപ്പൻ മെയിൻലി ഇൻ ദ കർണാട്ടിക് റീജിയൻ വിച്ച് ഇൻക്ലൂഡ്സ് ദ പ്രസന്റ് തമിഴ്നാടു. സോ ദീസ് ബാറ്റിൽസ് വേർ നോൺ ആസ് ദ കർണാട്ടിക് വാസ്. ഇന്നത്തെ നമ്മുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശത്താണ്. നോക്കൂ, ഇന്നത്തെ നമ്മുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശത്താണ് ഇംഗ്ലണ്ട് ഫ്രഞ്ച് യുദ്ധങ്ങൾ പ്രധാനമായും നടന്നത്. അതുകൊണ്ടാണ് ഇതിന് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പേര് വന്നത്. ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ കച്ചവടത്തിൻ്റെ പൂർണ്ണ അധികാരം കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് നോക്കാം, ഇന്ന് ഈ കച്ചവട കേന്ദ്രങ്ങൾ എവിടെയാണ്? ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ദീസ് ട്രേഡ് സെന്റേഴ്സ് ആർ നൗ എ ഡേയ്സ്.
ഓരോ യൂറോപ്യൻ ശക്തികളുടെയും കച്ചവട കേന്ദ്രങ്ങൾ ഇന്ന് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണുള്ളത്? ലെറ്റ് us fill up the given column. നോക്കൂ, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. യു ക്യാൻ സി ദ മെയിൻ കോളംസ് ആൻഡ് ബിലോ ദർ ആർ 2 കോളംസ്. കണ്ടില്ലേ, അതിന് താഴെ 2 കോളങ്ങളുണ്ട്. ആ കോളങ്ങളിൽ കച്ചവട കേന്ദ്രം, സംസ്ഥാനം. ഉദാഹരണത്തിന് പോർച്ചുഗീസ് എന്നതിൻ്റെ താഴെ നിങ്ങൾ എഴുതിയ കച്ചവട കേന്ദ്രം, സംസ്ഥാനം, എന്നിട്ട് പോർച്ചുഗീസ് കച്ചവട കേന്ദ്രങ്ങൾ എഴുതുക. ജസ്റ്റ് ലൈക്ക് ദ ഡച്ച്, ഇംഗ്ലണ്ട് ആൻഡ് ദ ഫ്രഞ്ച്. ഓരോരുത്തരുടെയും അതുപോലെ എഴുതുക. ഓക്കെ. Now we have to discuss about the English rule. The company gains to power. കമ്പനി എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. The company capture power in Bengal first. The trade monopoly. They already got the trade monopoly in India. അല്ലേ? ഇന്ത്യയിലെ കച്ചവടത്തിൻ്റെ കുത്തകാധികാരം നേടിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ബംഗാളിലാണ് അവർ ആദ്യമായിട്ട് ഇതിനുള്ള ശ്രമം ആരംഭിച്ചത്. എന്തുകൊണ്ട് ബംഗാൾ? വൈ ബംഗാൾ ഫസ്റ്റ്? ബംഗാളിന് അവർ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി ആൻഡ് ട്രേഡ് ഫെസിലിറ്റീസ്. കാർഷിക സമ്പൽ സമൃദ്ധിയും അതുപോലെ കച്ചവട സൗകര്യങ്ങളും. ബംഗാളിലേക്ക് കടൽ മാർഗമുള്ള കച്ചവടത്തിന് വളരെ സൗകര്യമുള്ള പ്രദേശമായിരുന്നു ബംഗാൾ. അതുപോലെ തന്നെ നല്ല സമ്പൽ സമൃദ്ധിയായിരുന്നു, കാർഷികമായിട്ട് സമ്പൽ സമൃദ്ധി, അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി. ഇതായിരുന്നു ബംഗാളിൽ ആദ്യമായിട്ട് അധികാരം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ഇംഗ്ലീഷ് ആൻഡ് സിറാജുദ്ദൗള, ദ നവാബ് ഓഫ് ബംഗാൾ. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭരണം ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച യുദ്ധം കൂടിയായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ദ ബാറ്റിൽ ഓഫ് ബക്സാർ. അതിനുശേഷം നടന്ന 1764 ദ ബാറ്റിൽ ഓഫ് ബക്സാർ, 1764 ബക്സാർ യുദ്ധത്തോടു കൂടി ബംഗാൾ മുഴുവൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ വന്നു. യു ക്യാൻ സീ ദ മാപ്പ് ഓഫ് ദാറ്റ് റൂൾ. ആ സമയത്ത് ബ്രിട്ടീഷുകാർ കീഴടക്കിയ ബംഗാളിൻ്റെ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ത്യയുടെ ഭൂപടമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഭൂപടങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്കോ A4 പേപ്പറിലേക്കോ വരച്ചെടുക്കണം. ഓക്കെ. ഹിയർ വി ക്യാൻ സി വൺ ആക്ടിവിറ്റി. വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ. ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ദ പ്ലാസി ആൻഡ് ദ ബക്സാർ, ഈ 2 യുദ്ധങ്ങളും ഇന്ത്യ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള 2 യുദ്ധങ്ങളാണ്. ഈ 2 യുദ്ധങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് റോബർട്ട് ക്ലൈവ് ആൻഡ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് സിറാജുദ്ദൗള മിർ ജാഫർ വേർ എ സീക്രട്ട് അലയൻസ്. ബ്രിട്ടീഷ് സൈനിക തലവനായ റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗള, അന്നത്തെ ബംഗാൾ നവാബ്, ബംഗാൾ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ സൈനിക തലവനായിരുന്ന മിർ ജാഫറും തമ്മിൽ രഹസ്യ സഖ്യമുണ്ടാക്കി. ഇന്നും നമുക്കറിയാം പല യുദ്ധങ്ങളിലും ഇത്തരം രഹസ്യ സഖ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഫലം എന്തായിരുന്നു? അവർ സിറാജുദ്ദൗളയുടെ സേനാധിപൻ അവരുടെ കൂടെ ചേരുകയും ബ്രിട്ടീഷുകാരുടെ കൂടെ ചേരുകയും എതിർ സഖ്യത്തിലുണ്ടായിരുന്ന ഷാ ആലം ദ മുഗൾ എംപറർ, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം, ഷുജാഉദ്ദൗള അന്നത്തെ ഔധിലെ നവാബ്, മിർ കാസിം മുൻ ബംഗാൾ നവാബ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു സഖ്യം, ദ കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് ദീസ് റൂളേഴ്സ് ഡിഫീറ്റഡ് ബൈ ദ ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരും മിർ ജാഫറും ചേർന്ന സഖ്യം ഈ സഖ്യത്തെ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ ബംഗാളിൽ പൂർണ്ണമായ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. Coming of the European traders, India had trade links with Arabs who took spices, textiles, sugar, coffee, sculptures, indigo, gold and jewelry, etc. to their country. They traded these with the Italians who sold them on a large profit to the Europeans. The Europeans were mesmerized by the wealth in India. They saw India as an ideal market to sell their products. They also wanted to spread Christianity. So they wanted to find a sea route.
Vasco da Gama, a Portuguese sailor, sailed around Africa and reached Calicut in 1498. He stayed for 6 months and returned with spices and gold, etc. The Portuguese, being greedy, wanted a permanent base in India. So they captured Goa from the Sultan of Bijapur and made it the capital of the empire in the east. To sail in the eastern waters, their permission became a condition. The Dutch were not far behind. As they witnessed the prosperity of the Portuguese looting of Indian treasures and wealth, they also wanted a share. As a result, they established trading centers in Masulipatnam, Cochin and Nagapatnam. The French and the English followed, French in Pondicherry and in Chandarnagore in Bengal. The British formed the East India Company in 1600. Surat became an important English settlement in the west coast. Near Madras, they established a fortified factory, Fort St. George. In Hooghly, in Bengal, a factory was built. It is interesting to note at that time, Bombay, a tiny fishing village, was rented by the company at £10 a year. Chanda Sahib and Muhammad Ali both wanted the throne of Arcot in the south. The French helped Chanda Sahib and the English Muhammad Ali. Chanda Sahib was killed and Muhammad Ali became a puppet king of the British. Siraj-ud-Dawla of Bengal did not like the British, so they teamed up with Mir Jafar, wicked uncle of Siraj-ud-Dawla, and defeated the valiant Siraj-ud-Dawla. Mir Jafar became the new Nawab, but he was totally under the control of the British. Gradually and steadily, the British amassed the wealth and took over the right of civil administration and to collect taxes. In Bengal, the weavers of silk and cotton were exploited by the British. Robert Clive, the first governor of Bengal, firmly established British supremacy. Their policy of divide and rule started from Bengal. The infight among rulers of various Indian kingdoms was like adding fuel to the fire of the ambition of the British. Eventually, the British became the absolute rulers of India. അപ്പോൾ എല്ലാവരും വീഡിയോയും ശ്രദ്ധിച്ചല്ലോ. ഏത് രീതിയിലാണ് യൂറോപ്യന്മാർ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിൽ എത്തിയതെന്നും അവസാനം ബ്രിട്ടീഷുകാർ എത്തിയപ്പോൾ ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പാഠങ്ങളിൽ, അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷുകാർ ഏകദേശം ഇന്ത്യയുടെ മുഴുവൻ ഭാഗവും അവരുടെ കീഴിലാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ ഇതിനു വേണ്ടി പ്രത്യേകമായി അവരെടുത്തൊരു തന്ത്രമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം, ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഏതാനും പ്രവർത്തനങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി എല്ലാവരും എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരിക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഹിയർ ആർ ദ ആക്ടിവിറ്റീസ് ആൾസോ. You have given some activities in last class also, but some students are not preparing the activities. If you have any problems, just WhatsApp me or call me in my number. Okay? Thank you everybody. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ ശ്രമിക്കുക, എനിക്ക് അയച്ചു തരിക.